ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, ശരണ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരാളും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത്രയും വലിയ ത്യാഗമാണ് സ്വന്തം ഭർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. സ്വന്തം ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ വിക്രത്തിനെ സ്വന്തം ജീവിതത്തിലേക്ക് ഭർത്താവായി ക്ഷണിക്കുകയും അതുപോലെ തന്നെ അവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനോ ഒന്നിനും അല്ലാതെ അങ്ങനെ ചെയ്തത്. അവനൊരു പാഠം പഠിപ്പിക്കാനോ അതുപോലെ അവനെ വളർത്തി വഷളാക്കി അവൻ്റെ അച്ഛനെയും അമ്മൂമ്മയും ഒക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശൻ വിക്രാഗ് ഞെട്ടുകയാണ്. എന്തായാലും എല്ലാ വാദങ്ങളും കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ കോടതി ഉത്തരവിടുന്നുണ്ട്. അങ്ങനെ മറ്റൊരു ദിവസത്തേക്ക് കോടതി കൂടാനും മറ്റൊരു ദിവസത്തേക്ക് കോടതി മാറ്റിവെക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവരെല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്. ആ സമയത്ത് വിക്രത്തിൻ്റെ വക്കീലിനോടായിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ്. വക്കീലിനോട് പറയുന്നുണ്ട്, LLBക്ക് പഠിക്കാത്ത, സ്കൂളിൻ്റെ പടി പോലും കാണാത്ത അവളാണ് ഈ വാദിച്ച് ജയിച്ചത്. നിങ്ങൾക്കൊക്കെ എന്തിനു കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് വക്കീലിനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ വക്കീൽ അതിനും വലിയ നല്ലത് തന്നെ വിക്രത്തിനോടും പ്രകാശിനോടും പറയുകയാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട് വക്കീൽ. അവരോടായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതേ സമയത്ത് പറയുകയാണ്, എന്തായാലും ഇന്നത്തോടു കൂടി ഈ കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കേസ് അന്വേഷണമൊക്കെ വരുമ്പോൾ, ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് വിരലടയാളൊക്കെ പരിശോധിക്കുമ്പോൾ നീ തന്നെയായിരിക്കും പ്രതി എന്ന് മനസ്സിലാക്കുകയും നിനക്ക് വലിയൊരു ശിക്ഷ തന്നെയാണ് ഞാൻ വാങ്ങിത്തരാൻ പോകുന്നത് എന്നൊക്കെ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി കല്യാണി പറയുകയാണ്. അങ്ങനെ ആകെ തകർന്ന മനസ്സുമായി പ്രകാശനും വിക്രവും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ എത്തിയിട്ട് അമ്മൂമ്മയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ശരണ്യ അവിടെ എത്തിയിട്ടുണ്ടാകും. ശരണ്യ അവരെ അവിടെ നിന്ന് മാറ്റിയിറക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിന്ന് പോകരുത്. എന്തായാലും പ്രകാശൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കണ്ടവാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്തിട്ട് പ്രകാശനും മകനും അമ്മൂമ്മയൊക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരം പ്രകാശൻ അങ്ങനെ പെട്ടിയുമായി ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് വിക്രവും അമ്മൂമ്മയും ശരണ്യെ തന്നെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കി ഇങ്ങനെ പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും അടുത്ത കോടതിയിൽ വിക്രത്തിന് നല്ല ശിക്ഷ തന്നെ കല്യാണി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. റിപ്പോർട്ടൊക്കെ അവന് എതിരായി അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് വ്യക്തമാവുകയും ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്